പിയോൺ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സാരി ഞാൻ കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുൻപ് സ്റ്റോക്ക് ഔട്ട് ആയ ഒരു സാരി കേട്ടോ, വീണ്ടും റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്നു. ഇത് ആപ്ലിക് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല മൽച്ചന്തേരിയിലാണ് വന്നിരിക്കുന്നതും. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. 2 ടൈപ്പ് ഡിസൈൻ ഉണ്ട്. ഇത് ഒന്ന് വേറെ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. പല്ലു പോർഷനിൽ ഇങ്ങനെ ഇതൊരു നെറ്റാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക് വർക്ക് വരുന്നത്. 2 സൈഡും ഫുള്ളായിട്ട് സ്കാലപ്പ് വർക്കും വരുന്നു. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ സൈഡില് ഇങ്ങനെ നെറ്റ് ആപ്ലിക് വർക്ക് വരുന്നു, സ്കാലപ്പ് വർക്കും. അതുപോലെ നല്ല ഇത് മൽച്ചന്തേരി എന്ന് പറഞ്ഞാൽ അറിയാലോ, നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ്. അതുപോലെ സ്ട്രൈപ്സും കൂടിയാണ്. അപ്പൊ എത്ര വണ്ണമുള്ളവർക്കും നല്ല ഒതുങ്ങി നമ്മൾ സ്ലിം ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഡിസൈനും കൂടി ഏതേല്. ഇതിന്റെ പ്ലേറ്റിന്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ആപ്ലിക് വർക്കുകളാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിനെ കൂടെ നമ്മൾ കാണാത്ത ഒരു ഐറ്റം തന്നെയല്ലേ ഇത്. ഇത്തിരി കാണാത്ത ഒരു ഐറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് മോഡൽസും നമുക്കൊന്ന് കാണാം. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരിയാണ് കേട്ടോ. പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരിക. പല്ലു പോർഷനാണിത്. ഇത് കണ്ടോ, ഇതിന്റെ ആപ്ലിക് വർക്കുകൾ ഇങ്ങനെ വരുന്നു. 2 സൈഡിലും സ്കാലപ്പ് വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ. മൽച്ചന്തേരിയിലാണ്. ഫുള്ളായിട്ടും സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുമുണ്ട്. 2 സൈഡിലും സ്കാലപ്പ് വർക്കും വരുന്നു. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. സ്കാലപ്പ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഒരു ആപ്ലിക് വർക്കുകളും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ്. ഒരു ഒണിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡിലാട്ടോ ഇത് വരുന്നതും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. എല്ലാം സെയിം തന്നെ. കോർണർ വർക്കാണ് ആപ്ലിക് വർക്കായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് വരിക. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരും. നല്ല ഒതുങ്ങി കിടക്കും. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യാവുന്ന ഒരു സാരി. നമുക്ക് ബാപ്റ്റിസം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് വെയർ ചെയ്യാൻ നല്ല ഒരു സാരി. അതുപോലെ ഒതുങ്ങി കിടന്നോളൂ. ഇപ്പം എത്ര വണ്ണം ഉള്ളവർക്ക് നല്ല ഒതുങ്ങി കിടക്കും. ഈ സ്ട്രൈപ്സ് ആയത് കാരണം നമുക്ക് വണ്ണം കുറവും തോന്നിപ്പിക്കും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3035 ആണ്. ഇതൊരു പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡായിട്ടാട്ടോ വരുന്നത്. ഡിസൈനുകളെല്ലാം സെയിം തന്നെയാണ്. 3035 ഈ സാരി വരുന്നതും. 2 സൈഡും സ്കാലപ്പ് വർക്ക്, അതുപോലെ ആപ്ലിക് വർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു വെറൈറ്റിയാണ്. നമ്മൾ സാധാ കാണുന്ന ഒന്നല്ല. നല്ല രസമായിട്ട് ഇതിൻ്റെ പല്ലുവിൽ വരുന്നു. അപ്പം നമുക്കിത് 1 പ്ലേറ്റ് ആയിട്ട്, അതുപോലെ ചെറിയ പ്ലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ സാരിയെ വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് പ്ലേറ്റ്സിൻ്റെ ഭാഗവും വരുന്നത്. ഇതൊരു ക്രീം ഷെയ്ഡിലാട്ടോ. ക്രീം എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് യെല്ലോ ഒരു ഷെയ്ഡിലായിട്ടാണ് വരിക. ഇത് കണ്ടോ, ഇതിൻ്റെ ബ്ലൗസ് പീസാട്ടോ. സൈഡ് സ്കാലപ്പ് വർക്ക് വന്നിരിക്കുന്നു. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഓരോ ആപ്ലിക് വർക്കുകളും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ ഷെയ്ഡ്സിൽ ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പം ഇച്ചിരി നിറം കുറഞ്ഞവർക്കും ഒക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ അനുയോജ്യമായ ഷെയ്ഡ്സിലും എല്ലാം ഈ പേസ്റ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലേറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. 3035 വന്നിരിക്കുന്നത്. ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡാട്ടോ. എല്ലാത്തിലും ഇതിൻ്റെ ഡിസൈൻസ് സെയിം തന്നെ. അപ്പോൾ ഞാനിത് ഓരോന്ന് വിടർത്തി കാണിക്കും. നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാനും കൂടെ എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനുകൾ വരുന്നത്. ഇത് പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആപ്ലിക് വർക്ക് വരുന്നുണ്ട്, സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. ഈ ബ്ലൗസ് പീസിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ ഒരു സ്വല്പം കോട്ടണിലേക്ക് വരുന്നുണ്ട്. മൽച്ചന്തേരിയിലാണ് മെറ്റീരിയൽ ഫുള്ളായിട്ടും വരുന്നത്. ഇങ്ങനെയാണിത് ഫുള്ള് വരിക. പിങ്കിൻ്റെ ഒരു ഷെയ്ഡ്. ഡിസൈനുകളെല്ലാം സെയിം തന്നെയാട്ടോ. എല്ലാം സ്ട്രൈപ്സ് വന്ന് അതിൻ്റെ കോർണർ വർക്കായിട്ട് ആപ്ലിക് വർക്ക്. ആ ആപ്ലിക് വർക്ക് ഒരു നെറ്റാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നെറ്റിലാണ് ഈ ആപ്ലിക് വർക്കുകൾ എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു എംബ്രോയ്ഡറി വർക്ക്. അതാണ് ഈ സാരിയുടെ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വന്നിട്ട് സൈഡ് സ്കാലപ്പ് വർക്ക്, അതുപോലെ ഒരു ആപ്ലിക് വർക്ക് അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും വരുന്നുണ്ട്. ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. ബോഡി ഫുള്ള് ലൈൻസാണ്.
ഇങ്ങനെ സ്ട്രൈപ്സ് വരുന്ന കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. വെയർ ചെയ്യുമ്പോഴും നല്ലൊരു ഭംഗി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരിക. നമ്മൾ സാധാ കാണുന്ന ഒരു ഡിസൈൻ പോലും അല്ലല്ലോ. 3035 ഇത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ 2 ഡിസൈനാണെന്ന്. ആദ്യം നമ്മൾ കണ്ടത് കോർണർ വർക്ക്. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ള് ഇങ്ങനെ ലീവ്സ് ആട്ടോ. മറ്റേതിൽ കുറച്ചുകൂടെ കൂടുതൽ കോർണർ വർക്കായിട്ടൊക്കെ ആപ്ലിക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇങ്ങനെ ലീവ്സും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2975 വന്നിരിക്കുന്നത്. ഇതൊരു ഓണിയൻ പിങ്കിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. ഞാൻ പറഞ്ഞില്ല ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യ. മാത്രമല്ല ഇത് വെയർ ചെയ്തിരിക്കുമ്പോൾ അറിയാം നന്നായിട്ട് നമുക്ക് ഒതുങ്ങി പറന്ന് നിൽക്കുന്ന ഒരു മെറ്റീരിയലല്ല, വെയ്റ്റ്ലെസ് ആണ്, ട്രാൻസ്പെറൻറ്റും അല്ല. പിന്നെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ട് നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2975. അതിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡാട്ടോ ഇത്. ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പല്ല് പോർഷൻ വരിക. വിത്ത് ബ്ലൗസ് പീസ് സ്കാലപ്പ് വർക്ക് വന്ന്, അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ഓരോ ആപ്ലിക് വർക്കും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട്. 2 സൈഡിലും ഈ ബോർഡർ വരുന്നുണ്ട്. 2 സൈഡിലും ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഈ ഡിസൈനാണ് ഫുള്ളായിട്ടും വരിക. ഇങ്ങനെ വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇതൊരു ക്രീമിൻ്റെ ഒരു ഷെയ്ഡിലേക്കാട്ടോ വരിക. ഇതുണ്ടോ, ഇങ്ങനെയാണ് പല്ല് പോർഷൻ വരിക. ആപ്ലിക് വർക്ക് ഇങ്ങനെ ബോർഡറായിട്ട് വരുന്നു. വിത്ത് ബ്ലൗസ് പീസ്, സ്ലീവിൻ്റെ എൻഡിൽ ആപ്ലിക് വർക്ക് വരുന്നു, സ്കാലപ്പ് വർക്ക് വരുന്നു. ബോഡി പാർട്ട് 2 സൈഡിലും ബോർഡറായിട്ട് ലൈൻസ്. അതുപോലെ പ്ലേറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെ. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെ, ഡിസൈനുകളെല്ലാം സെയിം. എങ്കിലും ഞാനൊന്ന് വിടർത്തി കാണിച്ചു കേട്ടോ, നമുക്കൊരു ഡൗട്ടും വരാതിരിക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്. ഇതാണ് വിത്ത് ബ്ലൗസ്. സ്ലീവിൻ്റെ എൻഡിലും ഈ ഡിസൈൻ വരുന്നു. ബോഡി പാർട്ട് 2975 ഈ സാരി വന്നിരിക്കുന്നത്. പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരിക. 2 സൈഡിലും ബോർഡർ എല്ലാം സെയിം തന്നെ, കളറ് മാത്രമായിട്ടോ മാറ്റുള്ളൂ. എങ്കിലും ഞാനൊരു ഡൗട്ടും വരാതിരിക്കാൻ വേണ്ടി ഞാൻ വിടർത്തി കാണിച്ചിരിക്കുന്നതാണ്. വിത്ത് ബ്ലൗസ്, ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. 2 സൈഡിലും ബോർഡർ. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെ പൗഡർ ബ്ലൂ ആണേ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ബോർഡർ എല്ലാം സെയിം തന്നെ, ഇങ്ങനെ തന്നെ വരുന്നു. ബ്ലൗസ് പീസ്, 2 സൈഡിലും ബോർഡർ. പ്ലേറ്റ്സിൽ ഇങ്ങനെ തന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡ്. എല്ലാം സെയിം മോഡൽസ്, കളറിൽ മാത്രമാട്ടോ മാറ്റുള്ളൂ. 2 സൈഡിലും ബോർഡർ ഇങ്ങനെ വന്നു. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നമുക്ക് 1 പ്ലീറ്റ് ആയിട്ടെല്ലാം ഇതിന് വെയർ ചെയ്യാൻ പറ്റും. മൽച്ചന്തേരിയിലാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് 2975. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന 2 റേറ്റിൽ 2 ഡിസൈൻ കളേഴ്സ് എല്ലാം ഓരോന്നിൻ്റെയും ഒരുപോലത്തെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. അപ്പം ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.